100 ആടുള്ള മനുഷ്യന്റെ ഒരാടിനെ കാണാതെ പോയ ഒരു ഉപമ. രണ്ടാമത്തെ ഉപമ, ഒരു സ്ത്രീക്ക് 10 രമ്യമുണ്ടായിരുന്നു, അതിലൊന്ന് കാണാതെ പോയത്. മൂന്നാമത്തെ ഉപമ എന്നെ പിടിച്ച് കുലുക്കുവാൻ ഇട വന്നു. കാരണം അതിൽ പറയുകയാണ്, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിലിളയവൻ അപ്പനോട്, അപ്പ വസ്തു എനിക്ക് വരേണ്ടെന്ന് വക എനിക്ക് തന്നാട്ടെ എന്ന് പറഞ്ഞും അപ്പന്റെ കയ്യിൽ നിന്ന് സ്വത്ത് വാങ്ങിയും ദൂരദേശത്തേക്ക് യാത്രയായും ആ സ്വത്തൊക്കെ നാനാവിധമാക്കി മാറ്റിക്കളഞ്ഞ ഒരു മകനെ കുറിച്ചവിടെ പറയുന്നുണ്ട്. ആ മകൻ പന്നിക്ക് കൊടുക്കുന്ന പാളപൊറ പോലും കിട്ടാതെ വന്നപ്പോൾ തന്റെ പിതാവിന്റെ കുറിച്ചുള്ള ആ മതിപ്പ് തനിക്ക് അപ്പോഴാണ് തോന്നിയത്. ആ പിതാവിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ പറയുന്ന ഒരു 3 കാര്യമുണ്ട് അവിടെ. അവൻ എങ്ങനെയാണ് അവിടെ വെച്ച് പറയുന്നത്? അപ്പ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത് ചെയ്യുന്ന സ്വർഗത്തോടാണ് തെറ്റ് ചെയ്യുന്നത്. രണ്ടാമത് പറയുകയാണ്, അപ്പ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തും ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുകയും യോഗ്യനല്ല. ദൈവത്തെ വിളിക്കുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു എന്നെ ആ യേശുവിന്റെ പുണ്യനാമം വിളിക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. മാത്രമല്ല, മൂന്നാമത് പറയുന്നത്, ഇനി നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ ഭവനത്തിലേക്ക് വരുമ്പോൾ ദൂരത്ത് നിന്ന് തന്നെ പിതാവ് മകനെ കണ്ട് അവന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് കഴുത്തിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുവാൻ ഇട വന്നു. ഞാൻ അവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവ് ഇതെന്തുകൊണ്ട്? എനിക്കിപ്പോൾ 3 മക്കളുണ്ട്, അതിൽ എന്റെ മക്കളെ തല്ലി അവർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ഞാൻ ശിക്ഷിക്കും. അവർ ചെയ്ത തെറ്റിനെ ആദ്യം ശിക്ഷിച്ചതിന് ശേഷം ആയിരിക്കും പിന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഇതാ സകലവും നശിപ്പിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്ന പിതാവ് ആ മകനെ കണ്ടിട്ട് പിതാവ് ഓടിച്ചെന്ന് കഴുത്തിന് കെട്ടിപ്പിടിക്കാൻ കാരണം ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു. 32-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ എന്റെ പാപം നിന്നോട് ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആ വചനം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ആ പിതാവിനെ സ്നേഹിക്കുന്ന സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ പാപം ദൈവം ക്ഷമിച്ചു എന്ന്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണ്. ദൈവം എന്റെ അകൃത്യം കണക്കിട്ടില്ല. എന്റെ പാപമെല്ലാം അവന് ഭാണ്ഡത്തിലാക്കി സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞു. ഞാൻ വലിയ സന്തോഷമുള്ളവനായി തീർന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ എനിക്കിതിന് തെളിവിനായിട്ട് അങ്ങയുടെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിൽ എന്നെ നിറയ്ക്കണമെന്ന് പറയുവാൻ പ്രാർത്ഥിക്കുവാൻ ഇട വന്നു. ആ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിറയുകയും അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ വലിയ സന്തോഷമുള്ളവനായി തീർന്നു. ആ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ 2 വർഷത്തോളം കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടുള്ള സന്തോഷത്തിലേക്ക് കടന്നു വന്നു. എന്റെ മക്കൾ ആ അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് എന്റെ ദേശത്ത് തന്നെ എന്റെ കർത്താവിനെ ആരാധിപ്പാൻ ഒരു കൂടിവരവ് ദൈവം എനിക്ക് നൽകുവാൻ ഇട വന്നു തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ നാട്ടിലുണ്ടായിരുന്ന പേര് തൃശ്ശൂക്കാരൻ ജോസഫ് എന്നായിരുന്നു. ഞാൻ എന്റെ കേസ് എല്ലാം കഴിഞ്ഞ് എന്റെ ഇങ്ങനെ നല്ല ജീവിതത്തിലേക്ക് കടന്നു ഒരു ദിവസം ചോദിച്ചു, എന്നെ എന്താ തൃശ്ശൂക്കാരൻ ജോസഫ് എന്ന് വിളിക്കുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, അതറിയില്ലേ, നീ ഒരു IPC 302-ാം വകുപ്പുകാരനാ. എന്നാൽ അതിനുശേഷം ഞാൻ 2002 മുതൽ പ്രിസൺ കോസ്മിഷൻ സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ടീമിനകത്ത് ഒത്തിരി ജോസുമാരുണ്ടായിരുന്നു. ആ ജോസ് അതിന്റെ ലീഡറായിരിക്കുന്ന പ്രിയ ജോസ് വലപ്പാട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേര് തമ്മിൽ അതിലാണ് എന്റെ പേര് ജോസഫ് ആളൂർ എന്നാക്കിയത്. ഞാൻ പറയട്ടെ, അത് മാത്രമല്ല, എന്നെ അന്വേഷിച്ച് ഞാൻ ആ സമയത്ത് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ആഗ്രഹമുള്ളത് കൊണ്ട് തെങ്ങ് കയറ്റമായിരുന്നു എന്റെ ജോലി. ആ തെങ്ങ് കയറ്റം ജോലി എടുക്കുന്ന സമയത്ത് എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങുന്ന വഴിയിൽ വേറൊരു ജോസഫ് തെങ്ങ് കയറ്റക്കാരുണ്ടായിരുന്നു. ഒരു ദിവസം ആ ജോസഫിനെ അന്വേഷിച്ച് 93 കാലഘട്ടത്തിലാണ് ആ ജോസഫിനെ അന്വേഷിച്ച് ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. അപ്പൊ അവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ഒരു പ്രിയപ്പെട്ടവർ ചോദിച്ചു, ഏത് ജോസഫിനെ നിങ്ങൾ അന്വേഷിക്കുന്നു? ഇവിടെ 2 ജോസഫ് ഉണ്ട്, ഒന്ന് പ്രാർത്ഥനക്കാരൻ ജോസഫ്, ഒന്ന് പ്രാർത്ഥിക്കാത്ത ജോസഫ്. പ്രിയമുള്ളവരെ പറയട്ടെ, എന്റെ ദേശത്തിന്റെ പേര് മാറ്റിയവനാണ് എന്റെ ദൈവം. യാക്കോബിന്റെ പേര് യാബോക്ക് കടവിന്റെ തീരത്ത് വെച്ച് മാറ്റിയ ദൈവം എന്റെയും പേര് മാറ്റി ഒരു പ്രാർത്ഥനാക്കാരൻ എന്ന രീതിയിൽ എന്റെ ദേശത്തെ ദൈവം എന്നെ അറിയുവാൻ ഇട വന്നു. പ്രിയമുള്ളതിന്റെയൊക്കെ പിറകിലുള്ള കാരണം എന്താണെന്നറിയുമോ? യേശുവിനെ ഞാൻ സ്വീകരിച്ചു, യേശുവിനെ വിശ്വസിച്ചു. യേശുവിന്റെ രക്ഷകനാണ്, എന്റെ പാപത്തിന് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മകനായി തീരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ മക്കളായി സ്വർഗീയ അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. 1 യോഹന്നാൻ 3:1 പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ സ്നേഹത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് എനിക്ക് അവസരം ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം സഹായിക്കട്ടെ.